അരുൺരാജ് തുടരുന്നുണ്ട്. അരുൺരാജിനോട് ഞാൻ പിണക്കാം. കാരണം അരുൺരാജ് ആദ്യം ഹാഷ്മിയും ക്രിസ്റ്റീന എന്ന് പറഞ്ഞു, പിന്നെ പ്രവിത എന്ന് പറഞ്ഞു. ഞാൻ സ്മിത ഹരിദാസ് ഒന്ന് പറയൂ പ്ലീസ്, എന്നിട്ട് ബാക്കി എന്നിട്ട് ബാക്കി അവിടുത്തെ വിശേഷങ്ങളും പറയൂ. അവിടെ എങ്ങനെയുണ്ട് ഒരു ആവേശം? ഗുഡ് മോർണിംഗ് സ്മിത ചേച്ചി. വീണ്ടും ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ കൊല്ലത്ത് രണ്ടിടത്താണ് വോട്ടിംഗ് മെഷീൻ ആദ്യഘട്ടത്തിൽ തകരാറിലായത്. ഈ കൊല്ലം ശാസ്താംകോട്ട ടൗൺ വാർഡിലെ വോട്ടിംഗ് മെഷീൻ തകരാറിലായി. ഇപ്പോൾ പ്രശ്നം പരിഹരിച്ചു എന്നുള്ളതാണ് ഒടുവിൽ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. ഈ മോക്ക് പോളിംഗ് തുടങ്ങിയ സമയത്ത് തന്നെ അവിടെ വോട്ടിംഗ് മെഷീന് തകരാറുണ്ടായിരുന്നു. 2 തവണ ഇപ്പോൾ ആ മെഷീൻ തകരാറ് കാണിക്കുകയും ഇപ്പോൾ വീണ്ടും ഉദ്യോഗസ്ഥരെത്തി പരിഹരിക്കുകയും ചെയ്തിട്ടുണ്ട്. കുളത്തൂപ്പുഴ 11-ാം മൈൽ വോട്ടിംഗ് മെഷീൻ തകരാറിലാണ്. കാർമൽഗിരി സ്കൂളിലെ ബൂത്ത് 1-ലെ വോട്ടിംഗ് മെഷീനാണ് തകരാറിലായിട്ടുള്ളത്. പരിഹരിക്കാനുള്ള ശ്രമം തുടരുന്നു. ഈ കിഴക്കൻ മേഖലയിലടക്കം വലിയ ക്യൂ ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ്. രാവിലെ തന്നെ വോട്ട് ചെയ്യാൻ വലിയ നീണ്ട നിര അവിടെയുണ്ട്. ശാസ്താംകോട്ടയിലും വലിയ വോട്ടിംഗ് രാവിലെ തന്നെ വലിയ രീതിയിൽ വോട്ടിംഗ് രേഖപ്പെടുത്തുന്നുണ്ട്. അതേസമയം ഈ നഗരപരിധിയിലേക്ക് എത്തുമ്പോൾ രാവിലെ എത്തുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. നമുക്ക് ഈ പിന്നിൽ കാണാം, ഈ ഒറ്റയ്ക്കും തെറ്റയ്ക്കും വരുന്നവർ മാത്രമാണ്. ഈ ഇടമുറിഞ്ഞാണ് ആൾക്കാർ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഉച്ചയോടാകുമ്പോഴേക്കും സജീവമാകാനുള്ള സാധ്യതയുണ്ട്. കാരണം അത്ര വലിയ കൊടുമ്പിരി കൊണ്ട പ്രചരണമടക്കം കൊല്ലം കോർപ്പറേഷനടക്കം നടത്തിയതാണ്. സ്വാഭാവികമായും വോട്ടിംഗ് ശതമാനം കൂടുമെന്നാണ് മുന്നണികളെല്ലാം തന്നെ കണക്കുകൂട്ടുന്നത്. നിലവിൽ ഇപ്പോൾ ഈ കന്റോൺമെന്റ് ഡിവിഷനിൽ NK പ്രേമചന്ദ്രനാണ് ആദ്യം വോട്ട് ചെയ്യാൻ എത്തിയത്. ഇതിനുശേഷം ഇപ്പോൾ വലിയ ക്യൂ ഒന്നും ഇപ്പോഴില്ല. ചെറിയ രീതിയിലാണ് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം മറ്റിടങ്ങളിലെ ദൃശ്യങ്ങൾ കൂടി നമുക്ക് പ്രേക്ഷകരെ കാണിക്കാൻ കഴിയും. ഓക്കെ, അരുൺരാജ് കൊല്ലത്തെ വിവരങ്ങൾ നൽകിയായിരുന്നു. കൊല്ലത്ത് ശക്തമായ പോരാട്ടം നടക്കുന്ന ഒരു ജില്ല കൂടിയാണ്. ആ പോരാട്ടത്തിന്റെ പ്രകടനം എല്ലാ പോളിംഗ് ബൂത്തുകളിലും രാവിലെ വളരെ ആവേശമായുണ്ട്. ഒരു പ്രായമുള്ള സുന്ദരിയായ അമ്മ വോട്ട് രേഖപ്പെടുത്തിയ കഴിഞ്ഞ് പോക്കി കാണിക്കുന്നുണ്ട്. പ്രായമുള്ള മനുഷ്യന്മാർക്ക് രാവിലെ ഇറങ്ങുന്നുണ്ട്. അതെ, ചിലയിടങ്ങളിൽ ഈ അമ്മ മാത്രമല്ല, അവർ രണ്ടുപേരും കൂടെ വാർദ്ധക്യത്തിൽ ഇങ്ങനെ വരുന്നതാണ്. നല്ല മണി സി കാപ്പൻ വോട്ട് രേഖപ്പെടുത്തി. മണി സി കാപ്പൻ നെറ്റിക്ക് എന്ത് പറ്റിയോ എന്തോ. മണി സി കാപ്പൻ വോട്ട് രേഖപ്പെടുത്തി മടങ്ങാണ്. അവിടെ പാലാ നഗരസഭ ഇക്കുറി മാറ്റം ഉണ്ടാകും. അവിടെ കഴിഞ്ഞ തവണ LDF പിടിച്ചാണ്. 35 വർഷത്തെ ചരിത്രം തിരുത്തി LDF പിടിച്ചതാണ്. ഇക്കുറി അത് തിരിച്ച് ഞങ്ങൾ എടുക്കും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു മണി സി കാപ്പൻ. പക്ഷെ നെറ്റിക്ക് എന്തോ പറ്റിയിട്ടുണ്ട് കേട്ടോ. എന്ത് പറ്റി ചോദിക്കാം നമുക്ക് ആരോടെങ്കിലും. അസീൽ പറഞ്ഞു വാഴക്കാട് ഇത്തവണ 24 ചാനൽ കവർ ചെയ്യണം. ഇതുവരെ അവിടെയുള്ള ഇലക്ഷൻ കാര്യങ്ങൾ 24 വന്നിട്ടില്ല. വാഴക്കാട് എന്ന് പറഞ്ഞാൽ എവിടെയാണ്? വാഴക്കാട് പഞ്ചായത്ത്. ചോദിക്കാം നമുക്ക്. എന്തായാലും അസീല വന്നിരിക്കും. ടോബി ചങ്ങനാശ്ശേരിയിൽ നിന്ന്. ടോബി, ചിലയിടങ്ങളിലെ യന്ത്രത്തകരാറൊക്കെ ടോബി പറഞ്ഞിരുന്നു നേരത്തെ. അതൊക്കെ പരിഹരിക്കപ്പെട്ടോ? അല്ലെങ്കിൽ മറ്റൊന്ന് കൊണ്ടുവന്ന് പെട്ടെന്ന് തന്നെ വീണ്ടും തുടരുമെന്നാണ് പറഞ്ഞിരുന്നത്. ടോബി പറയൂ. തീർച്ചയായിട്ടും അത് പരിഹരിച്ചു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹാഷ്മി, സ്മിത, എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് ചങ്ങനാശ്ശേരിയിലാണ്. ചങ്ങനാശ്ശേരി നഗരസഭയിലെ 5-ാം വാർഡിലാണ്. അവിടെ വോട്ടേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ കാണാം, ഒരു കന്യാസ്ത്രീ ഒരു വീൽ ചെയറിലാണ്. പ്രായമുള്ള ആണ്. അവരിപ്പോൾ ഓട്ടോയിൽ വന്ന് വീൽ ചെയറിൽ കയറി അവിടെ നിന്നും വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ നിരവധി പേർ രാവിലെ തന്നെ, പ്രായമായിട്ടുള്ള നിരവധി ആളുകൾ ഇതുപോലെ തന്നെ എത്തി വോട്ട് ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ബൂത്തിന്റെ പ്രത്യേകത കൂടി എടുത്തു പറയണം ഹാഷ്മി, സ്മിത. അത് 5-ാമത്തെ, അതായത് ചങ്ങനാശ്ശേരി നഗരസഭയിലെ 5-ാമത്തെ വാർഡാണ്. അതായത് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ വോട്ട് ചെയ്യുന്ന ബൂത്താണ്. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് രാഷ്ട്രീയ നിലപാടുകൾ. ഈ തെരഞ്ഞെടുപ്പിലൊക്കെ വോട്ട് ചെയ്തതിന് ശേഷം അദ്ദേഹം പറയുന്നത് നമ്മൾ കണ്ടതാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ആ ഒരു പ്രസ്താവന, അതായത് ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള നിലപാടൊക്കെ, ഈ ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നുള്ള ഒരു നിലപാടൊക്കെ അന്ന് അദ്ദേഹം പറഞ്ഞതൊക്കെ വലിയ ചർച്ചയായത് നമ്മൾ കണ്ടതാണ്. ഇത്തവണ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതൊക്കെ ഏവരും ഉറ്റുനോക്കുന്നുണ്ട്. ഇതിനോടകം തന്നെ അദ്ദേഹത്തിന്റെ നിലപാട് പറഞ്ഞു. അതായത് സമദൂരത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. ആ ഒരു നിലപാടാണെന്ന് അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഇത്തവണ പറയുമോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു ബൂത്തായി തന്നെ ഈ 5-ാം നമ്പർ, അതായത് ചങ്ങനാശ്ശേരി നഗരസഭയിലെ 5-ാം വാർഡിലെ ഗെത്സമനി പള്ളി ബൂത്താണ് ഇത്. അവിടെയാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. അതിനപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ഹാഷ്മി പറഞ്ഞതുപോലെ തന്നെ കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടം നടക്കുന്ന ഒരു ജില്ല എന്നുള്ള പ്രത്യേകത തന്നെയാണ് ഇപ്പോൾ മാണി സി കാപ്പൻ കഴിഞ്ഞ ദിവസം നമ്മളോട് പറഞ്ഞത്. ഒരു കാരണവശാലും പാലാ നഗരസഭ വിട്ടുകൊടുക്കില്ല, ഇത്തവണ അത് തിരിച്ചുപിടിക്കും, അതിനുള്ള എല്ലാ കരുക്കളും നീക്കി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ജോസ് കെ മാണിയുടെ പ്രതികരണം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. അദ്ദേഹം പറയുന്നത് ഒരു കാരണവശാലും പാലാ നഗരസഭ ഇനി LDFന്റെ കയ്യിൽ നിന്നും പോകില്ല, അത് ഉറച്ചു നിൽക്കും. അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലും സമാനമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ, വിജയങ്ങൾ ഉണ്ടാകും. കഴിഞ്ഞ തവണ LDFിലേക്ക് വന്നതിന് ശേഷം വലിയ നേട്ടം
കേരള കോൺഗ്രസ് വന്നതിന് ശേഷം LDF-നുണ്ടായി. ആ വിജയം ഇത്തവണയും ആവർത്തിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു നിലപാട് തന്നെയാണ് കേരള കോൺഗ്രസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏവരും ഉറ്റുനോക്കുന്ന മധ്യകേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ജില്ല എന്നുള്ള പ്രത്യേകത കോട്ടയം ജില്ലയ്ക്കുണ്ട്. 16 ലക്ഷം വോട്ടർമാരാണ് ഉള്ളത്. അതിൽ സ്ത്രീ വോട്ടർമാർ തന്നെയാണ് കൂടുതലും ഉള്ളത്. 8 ലക്ഷത്തോളം വോട്ടർമാർ സ്ത്രീ വോട്ടർമാരാണ്. നമുക്കിപ്പോൾ നമ്മുടെ ഈ നിരയിൽ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും. കൂടുതലും രാവിലെ എത്തുന്നത് സ്ത്രീകൾ തന്നെയാണ് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. 7 ലക്ഷത്തോളം പുരുഷ വോട്ടർമാരുമുണ്ട്. എന്തായാലും ടോബി ജോൺസൺ കോട്ടയത്ത് വിവരങ്ങൾ നൽകുമായിരുന്നു. രാവിലെ ഏറ്റവും മനോഹരമായ കാഴ്ച, പ്രായത്തിന്റെ അല്പസ്വല്പം പ്രശ്നങ്ങളുള്ള മനുഷ്യന്മാരൊക്കെ രാവിലെ വന്ന് വോട്ട് ചെയ്യുന്നുണ്ട്. അത് ഒരുപക്ഷെ കേരളത്തിലൊക്കെ മാത്രം കാണാൻ കഴിയുന്ന ജനാധിപത്യത്തിന് മഹോന്നതമായ കാഴ്ചയാണ്. എന്ന് പറഞ്ഞാൽ ഒരു വോട്ട് എന്ന് പറയുന്നത് പ്രായത്തിന് എന്തെങ്കിലും ആവശ്യത ഉണ്ടെങ്കിൽ വീട്ടിൽ ഇരിക്കാനുള്ളതല്ല, അതെത്ത് എങ്ങനെയെങ്കിലും വന്ന് വോട്ട് ചെയ്യണം എന്നുള്ള ഒരു അത്രയും ശാരീരിക അവശതകൾ ഉള്ളവരൊക്കെ തന്നെ അതൊക്കെ മാറ്റി വെച്ചിട്ട് പതുക്കെ വന്ന് അതിരാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി പോകുന്ന കാഴ്ച. അത് ഹാഷ്മി പറഞ്ഞതുപോലെ തന്നെയാണ് ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ സൗന്ദര്യവും അത് തന്നെയാണ്. അപ്പം നേരത്തെ ഒരു ചങ്ങാതി പറഞ്ഞില്ലേ, ഞാൻ ഒരാഴ്ച മുൻപേ ഒരു സ്ഥലത്ത് പോകേണ്ടതാണ്, പക്ഷേ തീർച്ചയായിട്ടും നമ്മുടെ മന്ത്രി പി പ്രസാദ് വോട്ട് ചെയ്യാൻ വേണ്ടി വരികയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മന്ത്രി പി പ്രസാദ് ഏത് ബൂത്തിലേക്കാണ് എന്നുള്ള കാര്യം നമുക്കൊന്ന് ചോദിക്കാം. എന്തായാലും അവിടെ ആ ബൂത്തിൽ വലിയ ഒരു വോട്ടർമാർ പെട്ടെന്ന് മന്ത്രി പി പ്രസാദും അമ്മയാണെന്ന് തോന്നുന്നു. ആയിരിക്കും അറിഞ്ഞൂടാ. എന്തായാലും ഒരു അമ്മയാണ്, നല്ലൊരു അമ്മ. മന്ത്രി പി പ്രസാദ് വോട്ട് രേഖപ്പെടുത്താൻ വരികയാണ് അങ്ങോട്ടേക്ക്. നൂറനാട് CVMHS സ്കൂളിലാണ് മന്ത്രി പി പ്രസാദ് വോട്ട് രേഖപ്പെടുത്തുന്നത്. അവിടെ ഒരു വലിയ തിരക്കുണ്ടായിരുന്നില്ല. മന്ത്രി വന്നപ്പോൾ തന്നെ നേരെ അകത്തേക്ക് കടക്കാൻ കഴിഞ്ഞു. അപ്പോൾ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മന്ത്രി പി പ്രസാദിൻ്റെ അടക്കം ഒരു പ്രതികരണം ഒക്കെ ഉണ്ടാകും. രാവിലെ നേതാക്കളുടെ ഒക്കെ പ്രതികരണം വരുന്നുണ്ട്. നമ്മൾ നേരത്തെ കോട്ടയത്തെ കാര്യം ടോയി പറയുകയായിരുന്നു. കോട്ടയത്ത് കഴിഞ്ഞ തവണ 2020 മുനിസിപ്പൽ വോട്ട് ശതമാനം അല്പം കുറവായിരുന്നു. 73.33% മുനിസിപ്പാലിറ്റിയിലും 74.5% പഞ്ചായത്തിലുമായിരുന്നു. ഇക്കുറി അതിന് മുകളിലേക്ക് പോകുമെന്ന് വേണം ആ വോട്ടർമാരുടെ നിര കാണുമ്പോൾ മനസ്സിലാക്കാനുള്ളത്. രാവിലെ പ്രധാനപ്പെട്ട വോട്ടർമാരൊക്കെ മന്ത്രിമാർ, MLA-മാർ, പ്രതിപക്ഷ നേതാവ്, ഓരോ പാർട്ടിയുടെ അധ്യക്ഷന്മാരൊക്കെ രാവിലെ തന്നെ ഇറങ്ങി. രമേശ് ചെന്നിത്തലയുടെയൊക്കെ പ്രതികരണമൊക്കെ അല്പസമയത്തിനകം വരും. പിണറായി വിജയൻ വോട്ട് രേഖപ്പെടുത്താനുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കൾ ഇനി ബാക്കിയാണ്. പക്ഷേ ഓരോരോ നേതാക്കൾ രാവിലെ വോട്ട് രേഖപ്പെടുത്തി അവർ പ്രതികരണം നടത്തി മടങ്ങുന്ന ദൃശ്യങ്ങൾ കൂടി നമ്മൾ രാവിലെ കാണുന്നു. മന്ത്രി വോട്ട് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഓക്കെ, ആദ്യം ഇപ്പോൾ 1 മണിക്കൂർ 7 മണിക്ക് വോട്ടെടുപ്പ് തുടങ്ങി. 8 മണി കഴിഞ്ഞ് 4 മിനിറ്റും 12 സെക്കൻഡും ആവുന്നുണ്ട്. 1 മണിക്കൂർ കഴിയുമ്പോൾ താരതമ്യേന മോശമല്ലാത്ത പോളിംഗ് ശതമാനം 7 ജില്ലകളും പ്രകടനം. തിരുവനന്തപുരം 2.56%, 3% തിരുവനന്തപുരത്ത്, കൊല്ലത്തൊക്കെ പോകുന്നുണ്ട്. ഏറ്റവും മനോഹരമായ കാഴ്ച ഈ പ്രായമുള്ള മനുഷ്യന്മാർ തന്നെയാണ്. നല്ല ഗംഭീരമായ ചിരി. അവർ വോട്ട് രേഖപ്പെടുത്തി മടങ്ങുന്ന കാഴ്ച സൂപ്പർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.